ഈടിക്കള്ളന്മാരെ കയ്യോടെ പിടിച്ചപ്പോൾ പരാതി പ്രളയം. കേന്ദ്രത്തിന്റെ വേട്ടപ്പട്ടികളായിട്ട് ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള കുറേ പേരെ ഈടി വേഷം കെട്ടിച്ച് അയച്ചിരിക്കുകയായിരുന്നു. ഈ നാട്ടിലെ BJP-ക്കാരൊഴികെയുള്ള ബിസിനസ്സുകാർ, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ അഴിമതി നടത്തിയിരുന്നത്. രാഷ്ട്രീയക്കാരോട്, പ്രത്യേകിച്ച് ഭരിക്കുന്ന സർക്കാരിലുള്ളവരോട് പകപോക്കലും. ആ കൈക്കൂലി കച്ചവടം കയ്യോടെ പിടിച്ചപ്പോൾ പരാതി പ്രളയമാണ് ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇഡിക്കെതിരെ കൂടുതൽ പരാതികൾ വരികയാണോ? ഇതിപ്പോൾ ഈ പൈപ്പിന്റെ ടാപ്പ് തുറക്കുന്ന പോലെയാണെന്ന് തോന്നുന്നു. ആദ്യം ഒരാൾ വരുന്നു, അനീഷ് വന്ന് പരാതി കൊടുക്കുന്നു. ഈ സഹികെട്ട് പൊറുതിമുട്ടിയിരിക്കുന്ന കുറെ ആളുകൾ ഇപ്പോൾ പരാതിയുമായിട്ട് വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇഡിക്കെതിരെ നിരവധി പേർ വിജിലൻസിന് സമീപിക്കുന്നുണ്ട്. വിജിലൻസ് ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം, അതിൽ സ്വർണ്ണക്കടത്തുകാരുണ്ട്, ഒപ്പം ക്വാറി മുതലാളിമാരുണ്ട്, അങ്ങനെ തുടങ്ങിയ നിരവധി പേർ. ഇവരൊക്കെ ഇഡി സമൻസ് ലഭിക്കുകയും ഇഡി ഓഫീസിൽ ഹാജരാവുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ ഹാജരായി പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വിളിപ്പിക്കുന്ന സമയത്തൊക്കെയാണ് ഇടനിലക്കാർ ഈ ഇഡി കേസിൽ കുടുങ്ങുന്നവരെ ലക്ഷ്യമിട്ട് സമീപിക്കുന്നത്. അതിൽ പലരും പണം നൽകിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസ് ഒത്തുതീർപ്പിന് വേണ്ടി പണം നൽകിയവർ സ്വർണ്ണക്കടത്തുകാരും ഈ ക്വാറി മുതലാളിമാരും ഒക്കെയുണ്ട്. അവരുടെ എല്ലാം കേസുകൾ ഒത്തുതീർക്കപ്പെട്ടില്ല, എന്നാലും പണം അവർ കൈമാറിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഇനിയും ഒട്ടേറെ പേർ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്ന് വിജിലൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒത്തുതീർപ്പായവർ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഇഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ്, പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ് സംഘം. കാരണം ഇത് വളരെ തന്ത്രപരമായാണ് ഇവർ ഇടനിലക്കാരെ ഉപയോഗിച്ച് പണം വാങ്ങിയിട്ടുള്ളത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ വിജിലൻസിനുള്ളത്. ഇടനിലക്കാരും ഇഡി ഉദ്യോഗസ്ഥന്മാരുള്ള ബന്ധം തെളിയിക്കണം. അവർ വാട്സപ്പ് കോൾ വഴിയാകാം അവർ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മാത്രവുമല്ല, ഇവർ നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയിട്ടില്ല, മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങി അത് ഇവരുടെ കൈവശം എത്തിയെന്ന് തെളിയിക്കണം. അങ്ങനെ ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് ആലോചിക്കായിരുന്നു. ഡെപ്യൂട്ടി ഡയറക്ടറായ വിനോദ് കുമാർ, അതേപോലെ അഡീഷണൽ ഡയറക്ടറായ ശേഖർ കുമാർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘമല്ലേ ഈ കൊടകര കുഴൽപ്പണക്കേസും അന്വേഷിച്ചത്? അതായത് കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച അതേ ടീമിനെതിരെയായിട്ടാണ് ഇപ്പോൾ ഈ വിജിലൻസ് കേസും വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണം മാത്രമല്ല, അതായത് ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ, അദ്ദേഹത്തെ ഒന്നാം പ്രതിയായിക്കൊണ്ട് വിജിലൻസ് കേസെടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കൊച്ചി സോണൽ ഓഫീസിനെ ആകെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കൂടുതൽ പരാതികൾ കൂടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ തന്നെ കൊല്ലത്തുള്ള ഒരു ബിഷപ്പും സമാനമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലരും വഴി നടന്നു എന്നുള്ള ആരോപണങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ഇഡിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വിജിലൻസ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇഡിയെ പൂട്ടാൻ ആര് വരും എന്നുള്ളതാണ് ചോദ്യം. ഇഡി ഇങ്ങനെ പോയാൽ വിജിലൻസ് പൂട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും തെളിവുകളുണ്ട് എന്ന് ഈ അന്വേഷണ സംഘം കരുതുന്നു. അതിൽ ആ തെളിവുകൾ, കൂടുതൽ തെളിവുകൾ തേടിയാണ് അന്വേഷണ സംഘം പോകുന്നത്. എന്താണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച യൂണിറ്റിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? മറ്റ് കേസുകളിലേക്ക് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? എത്രയെത്ര പൈസ ആയിരിക്കുമല്ലേ ഇങ്ങനെ ഒഴുകിയിട്ടുണ്ടാവുക? പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കുറച്ചു കാലം മാത്രമേ ആൾക്കാരെ പറ്റിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടൊരു തകർച്ച ഉണ്ടാകും. ഏതിനും. അതിന് തെളിവാണ് പിണറായിയെ പൂട്ടാൻ വേണ്ടി കേന്ദ്രം അയച്ച ഇഡിയെ പിണറായി തന്നെ പൂട്ടിടുന്ന സാഹചര്യമുണ്ടാകുന്നു. അതും തെളിവടക്കം. വിജിലൻസ് കൈക്കൂലി മേടിക്കാൻ വന്നവരെ കയ്യോടെ പൊക്കിയതിന് പിന്നാലെ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് കൊച്ചിയിലെ ഇഡി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ വാങ്ങാൻ പോയ കൈക്കൂലി 2 കോടി രൂപ, കൂടാതെ 2 ലക്ഷം രൂപ കയ്യിൽ കൊണ്ട് തരണം. അത് മേടിക്കാൻ വന്ന വഴിയാണ്. കേരളത്തിലെ സംഘപരിവാറുകാർ വായ്ത്താരിയിട്ട് നടക്കുന്ന അഴിമതി വിരുദ്ധന്മാരെ കാണണേ. ഇലക്ട്രൽ ബോണ്ട് എന്ന ഇതേ മാതൃകയിലുള്ള കൈക്കൂലി വാങ്ങി ബാങ്ക് അക്കൗണ്ടിലിട്ട് അത് വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാർ, അവർക്ക് കീഴിലെ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരിൽ നിന്ന് കാശ് കൊള്ളയടിക്കുന്നു എന്നതിൻ്റെ തെളിവ് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇഡിയെ വാഴ്ത്തുപാട്ട് പാടിയവരെല്ലാം വായ് തുറക്കുന്നില്ല. കാര്യം ഇതിൻ്റെ ഓരോ നോട്ടുകെട്ടുകൾ ഇവരുടെ അണ്ണാക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇത് വാങ്ങി സുഖിച്ച് ജീവിച്ചിരുന്നവരാണ്. ഇവർ ചൂണ്ടിക്കൊടുക്കുന്നു, അതിൻ്റെ ഒരു വിഹിതം കമ്മീഷനായി കേരളത്തിലെ സംഘപരിവാറുകാർക്കും കൊടുക്കുന്നു. ഏജന്റുമാരായി പ്രവർത്തിച്ചത് മറ്റൊരു പാർട്ടിക്കാരും ആയിരിക്കില്ലല്ലോ. കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നവരെക്കുറിച്ച് നിരന്തരം വാർത്തയുണ്ടാക്കുക എങ്ങനെ? സംഘപരിവാർ സ്വാധീനം ഉപയോഗിച്ച് ഇതേ ഏജന്റുമാരിലൂടെ കുറേയേറെ മാപ്രകളെ അവർ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഫോണിലേക്ക് രാത്രികാലങ്ങളിൽ ഇതാ സർക്കാരിനെതിരെ പുതിയ നീക്കം തുടങ്ങാൻ പോകുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ വരുത്തിക്കുകയും, എന്നാൽ ആ വാർത്തയ്ക്കപ്പുറം അതിലൊന്നും ഒരു കഴമ്പുമില്ലെന്ന് പലകുറി തെളിയിക്കപ്പെട്ടതാണ്. അത് ഏത് വിഷയമെടുത്താലും കഴിഞ്ഞ 9 വർഷക്കാലമായി ഇഡി നടത്തിയിട്ടുള്ള പല കള്ളക്കളികളും പൊളിഞ്ഞടുങ്ങുകയാണ്. അവർ എന്നാൽ
അഴിമതി പാപികളായിട്ടുള്ള കുറേയേറെ ഉദ്യോഗസ്ഥരാണ്. അവരുടെ ഇവിടുത്തെ ലക്ഷ്യം ഇവിടുത്തെ ബിസിനസ്സുകാരുടെ പണം കൊള്ളയടിക്കുക, ഇവിടുത്തെ രാഷ്ട്രീയത്തെ അസ്ഥിരപ്പെടുത്തുക. ഈ രണ്ട് പണിയെടുത്തുകൊണ്ടിരുന്ന വേട്ടപ്പട്ടികളാണ് ഒടുവിൽ പലനാൾ കള്ളനായി പിടിക്കപ്പെട്ടിരിക്കുന്നത്.